വാട്ട് ഈസ് പെൻഡുലം ഹീലിംഗ് അഥവാ പെൻഡുലം തെറാപ്പി? പെൻഡുലം തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് പോസിറ്റീവ് ചേഞ്ചസ് നൽകുക. ഇതിനെ തന്നെ മറ്റൊരു രൂപത്തിൽ പറയുന്നതാണ് എനർജി ഹീലിംഗ്. പലരും എനർജി ഹീലേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും, സ്പിരിച്വൽ ഹീലേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം പല വാക്കുകളിൽ ഉപയോഗിക്കുന്ന ഒരേ കാര്യത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്പിരിച്വൽ ഹീലർ എന്ന് പറയാം, എനർജി ഹീലർ എന്ന് പറയാം, അല്ലെങ്കിൽ പെൻഡുലം ഹീലർ എന്ന് പറയാം. ഇതെല്ലാം സെയിം ആണ്, ഒന്ന് തന്നെയാണ്. അതിൽ ചെയ്യുന്നത് ശരീരം, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ഇതിൻ്റെ വെൽബീയിങ്സ് ഹീല് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ഇമോഷൻ ഹീലിങ്സിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ എല്ലാ മനുഷ്യ ജീവിതത്തിലും ഇമോഷൻസ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. നമ്മുടെ ഇമോഷൻസിൻ്റെ വേരിയേഷനാണ് പലപ്പോഴും പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഇന്ന് മോഡേൺ സയൻസിലും പറയുന്നുണ്ട് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്നതെല്ലാം ഈ ഘടകങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഏതൊരു രോഗിയോടും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയോടും പറയും, നിങ്ങൾ നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഉറങ്ങുവാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകളും അതിൻ്റെ നടപടിക്രമങ്ങളും പല വൈദ്യശാസ്ത്ര മണ്ഡലങ്ങളിലും അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഉറക്കത്തിൽ തന്നെ ടെൻഷൻസ് ലഘൂകരിക്കാനും അവരുടെ ഇമോഷൻസ് ബാലൻസ് ആവാനുമെല്ലാം അത് മുഖേന സാധിക്കുകയും വളരെയധികം പ്രശ്നങ്ങൾ അതിൽ നിന്ന് മാറുവാനും സഹായിക്കുന്ന ഒരു തെറാപ്പിയാണ്. പല മണ്ഡലങ്ങളിൽ പല വ്യക്തികൾ ഇതിനെ ഡെവലപ്പ് ചെയ്യുകയും പ്രാചീന കാലം മുതൽ മെഡിറ്റേഷൻ, യോഗ, പ്രാണിക് ഹീലിംഗ്, റേക്കി എന്ന് തുടങ്ങി വളരെയധികം എനർജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഹീലിങ്സുകൾ നമുക്ക് സുപരിചിതമാണ്. ഈ വിഷയത്തിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉപയോഗമാണ് കൂടുതലായിട്ട് നമ്മൾ പെൻഡുലം തെറാപ്പിയിൽ ഉടനീളം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഘടകം. നമ്മളുടെ ട്രഡീഷണൽ ഡൗസിങ് പെൻഡുലങ്ങൾ ഉപയോഗിക്കുന്നത് കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരുത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്തെടുക്കണം എന്നുള്ളതാണ് പെൻഡുലം ഹീലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.